എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിവസം തുടങ്ങുന്നത് അർച്ചനയോ ജപമോ കൊണ്ടാകുന്നത് അനുകൂല ഫലങ്ങൾ നൽകും. ഓരോ ദിവസത്തിനും അനുയോജ്യമായ നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു. ഇന്നെല്ലാവരും ഓം നമ ശിവായ എന്ന് കമന്റ് ചെയ്യുക. ജൂലൈ 1, 2025 മിഥുനം 17 നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യൂ. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് കാര്യവിജയം, സുഹൃത്ത് സമാഗമം, പരീക്ഷാ വിജയം, അംഗീകാരം ഇവയ്ക്കുള്ള സാധ്യതകൾ ഏറെയാണ്. ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും ഉല്ലാസയാത്രകൾക്കുമുള്ള സാധ്യതകളുണ്ട്. പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് കാര്യതടസ്സങ്ങളും സ്വസ്ഥതക്കുറവും മനപ്രയാസവും ശരീരസുഖക്കുറവും യാത്രാ പരാജയവും പരീക്ഷാ പരാജയവും യാത്രാ തടസ്സങ്ങളും കാണുന്നുണ്ട്. പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങൾ പരാജയപ്പെടാനും കൂടിക്കാഴ്ചകളിൽ സംതൃപ്തി കുറയാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട്. മകയിരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് കാര്യതടസ്സവും സ്വസ്ഥതക്കുറവും ഉദരവൈഷമ്യവും പ്രവർത്തനമാന്ദ്യവും യാത്രാ തടസ്സവും മനപ്രയാസം, യാത്രാപരാജയം എന്നിവയും കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവർ അകലാനും തടസ്സങ്ങൾ വന്നു ഭവിക്കാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം വരെ ജനിച്ച കർക്കിടകക്കൂറുകാർക്ക് കാര്യവിജയവും ഇഷ്ടഭക്ഷണ സമൃദ്ധിയും പരീക്ഷാ വിജയവും ഉത്സാഹവും കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും യാത്രകൾ വിജയിക്കാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനുമുള്ള സാധ്യതകൾ ഇവർക്ക് ഏറെയാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് കാര്യപരാജയം, പരീക്ഷാ പരാജയം, മനപ്രയാസം എന്നിവ കാണുന്നു. ഇച്ഛാഭംഗവും ശത്രുശല്യവും ധനനഷ്ടവും പ്രതികൂലമായ സന്ദേശങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങൾ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. വേണ്ടപ്പെട്ടവർ അകലാനും വായ്പാ ശ്രമങ്ങൾ തടസ്സപ്പെടാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് കാര്യവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, പരീക്ഷാ വിജയം, മികച്ച ആരോഗ്യം ഇവ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടാനും നല്ല സന്ദേശങ്ങൾ ലഭിക്കാനുമുള്ള സാധ്യതകൾ ഒരുപാടാണ്. ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാക്കൂറുകാർക്ക് കാര്യതടസ്സവും സ്വസ്ഥതക്കുറവും അലച്ചിലും ധനതടസ്സവും ചിലവുകളും മനപ്രയാസവും കാണുന്നുണ്ട്. പരീക്ഷാ പരാജയങ്ങൾ, പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങളിൽ പരാജയങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട വരെ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് കാര്യവിജയം, മത്സരവിജയം, സ്ഥാനക്കയറ്റം, ബന്ധുസമാഗമം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാനും നല്ല സന്ദേശങ്ങൾ ലഭിക്കാനും പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങൾ വിജയിക്കാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനുക്കൂറുകാർക്ക് കാര്യവിജയങ്ങളും തൊഴിൽ ലാഭങ്ങളും സ്ഥാനക്കയറ്റങ്ങളും അനുകൂല സ്ഥലം മാറ്റ യോഗങ്ങളും പരീക്ഷാ വിജയങ്ങളും കാണുന്നുണ്ട്. സൽക്കാര യോഗങ്ങളും ആഗ്രഹങ്ങൾ നടക്കാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും സുഖലോലുപ വസ്തുക്കൾ ലഭിക്കാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനുമുള്ള സാധ്യതകളും ഏറെയാണ്.
ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് കാര്യങ്ങൾ കാണുന്നത്. കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാനും ഉദരവൈഷമ്യം അനുഭവപ്പെടാനുമുള്ള സാധ്യതകളുണ്ട്. വേണ്ടപ്പെട്ടവർ അകലാനും വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അവിട്ടം രണ്ടാം പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് കാര്യപരാജയം, ശരീരക്ഷതം, പരീക്ഷാ പരാജയം, മനപ്രയാസം, ഇച്ഛാഭംഗം, അപകടഭീതി, ദ്രവ്യനാശം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങൾ പരാജയപ്പെടാനും വേണ്ടപ്പെട്ടവർ അകലാനുമുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് കാര്യവിജയവും പരീക്ഷാവിജയവും സുഹൃത്ത് സമാഗമവും മത്സരവിജയത്തിനും ശത്രുക്ഷയത്തിനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട്. പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനുമുള്ള സാധ്യതകൾ ഏറെയാണ്. കൂടിക്കാഴ്ചകൾ വിജയിക്കാനും പുതിയ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനും ചർച്ചകളും തൊഴിലന്വേഷണങ്ങളും വിജയിക്കാനുമുള്ള സാധ്യതകളും ഒരുപാടാണ്. ഇന്നത്തെ നാമജപം ഓം നമോ നാരായണായ എന്നതാണ്. ശാന്തിയും സംരക്ഷണവും നൽകുന്ന വിഷ്ണു ഭഗവാന്റെ നാമം ജീവിതത്തിലെ ആശങ്കകളും അസ്ഥിരതയും കുറയ്ക്കാനും മനസ്സിന് ശാന്തിയും ആത്മവിശ്വാസവും ലഭിക്കാനും ഇത് സഹായകമാണ്. ഈ ജപം പ്രഭാതകാലത്ത് അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് 108 തവണ ചൊല്ലുന്നത് ശ്രേഷ്ഠമാണ്. ദിനം മുഴുവൻ ദൈവികതയും പോസിറ്റിവിറ്റിയും നിറയട്ടെ.